ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ചെറിയൊരു കുക്കിംഗ് പരിപാടിയാണ് കേട്ടോ. അപ്പോൾ വേറൊന്നുമല്ല, ചേനയാണ് കേട്ടോ, ചേന. അപ്പോൾ ചേന ഉപ്പേരി വയ്ക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഉപ്പേരി മീൻസ് ഈ തോരൻ പോലെയൊക്കെ കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ തോരൻ എല്ലാം ഉപ്പേരിയാണ് കേട്ടോ. ഉരുളക്കിഴങ്ങ് ഉപ്പേരി, വെണ്ടക്ക ഉപ്പേരി, ക്യാബേജ് ഉപ്പേരി, ബീട്രൂട്ട് ഉപ്പേരി, എല്ലാം ഉപ്പേരിയാണ് കേട്ടോ. അപ്പോൾ അതുപോലെ ഒരു ഉപ്പേരി വയ്ക്കുന്ന വീഡിയോ ആണ് കേട്ടോ അത്. അപ്പോൾ ആദ്യം തന്നെ ഒരു ചേനയല്ല, അരമുറി ചേന നന്നായി ക്ലീൻ ചെയ്ത് എടുത്ത് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് കട്ട് ചെയ്യാൻ പാകത്തിന് എളുപ്പത്തിനാണ് ഞാനിങ്ങനെ ഓരോ പീസാക്കി വെച്ചിരിക്കുന്നത്. എന്നിട്ട് അതിൽ നിന്നാണ് പിന്നെ കുനുകുന അരിഞ്ഞെടുക്കുന്നത് കേട്ടോ. അപ്പോൾ അത് മുറിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എല്ലാ ചേനയും നമുക്കങ്ങനെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ചേന ഞാൻ ഒന്ന് ഉപ്പേരി വെക്കാനും ഒന്ന് വറുക്കാനാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. അപ്പോൾ ചേന വറുക്കണത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഇതുപോലെ തന്നെ കുനുകുന നന്നായി മുറിച്ചെടുത്തിട്ട് ആദ്യം ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ ചേനയല്ല, ചില ചേനകൾ എന്തോരം വേവിച്ചാലും ചിലപ്പോൾ വേവില്ല. ചിലത് വന്നിട്ട് ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും നല്ല കൂള് പോലെയാവും. അപ്പോൾ ഈ ചേന കുറച്ച് വേവുള്ളതായിട്ട് തോന്നിയിട്ട് എനിക്ക് മുറിക്കുമ്പോൾ വലിയ സോഫ്റ്റ് ഒന്നുമില്ല, ഭയങ്കര ഹാർഡായിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനോർത്തത് ഉപ്പേരി തന്നെ ആക്കാമെന്ന്. അപ്പം പെട്ടെന്ന് വേകുന്ന ചേനയാണെങ്കിൽ വറുത്തെടുക്കാനൊക്കെ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഞാനത് വറുക്കണത് എങ്ങനെയാണെന്ന് വെച്ചാൽ, പെട്ടെന്ന് വേവാത്തതോ ആണെങ്കിൽ ആദ്യം കുറച്ച് വെള്ളത്തിൽ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് മുളക് പൊടി ഇട്ടിട്ട് ഒരു അരവേവ് ആക്കി എടുക്കുക. എന്നിട്ട് ഒരു പാനിൽ എണ്ണ ചൂടായിട്ട് അതിലോട്ട് വേണമെങ്കിൽ കടുക് പൊട്ടിക്കുക. കടുകും കറിവേപ്പിലയും കൂടി ഇട്ട് പൊട്ടിച്ച് ഉള്ളിയും താളിക്കുക കേട്ടോ. ഞാൻ വറുക്കുമ്പം ഉള്ളിയും കടുകും ഒന്നും ഇടില്ല. ഈ ചൂടായ എണ്ണയിലോട്ട് ഈ കുനുകുന മുറിച്ച് വെച്ച ചേന വാരി അതിലോട്ട് ഇടും. എന്നിട്ട് സിമ്മാക്കിയിട്ട് അത് നന്നായി മൊരിഞ്ഞ് വരുന്നവരെ അടച്ച് വെച്ചിട്ടും ഇടയിൽ ഇളക്കി കൊടുത്തിട്ട് നന്നായി മൊരിച്ചെടുക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഉരുളക്കിഴങ്ങൊക്കെ വറുക്കുന്ന പോലെ ആ ഒരു പരുവത്തിൽ വറുത്തെടുക്കും. ഉപ്പേരിയാണ് ആക്കണമെങ്കിൽ അത് പെട്ടെന്ന് വേകുന്ന ചേനയാണെങ്കിൽ പെട്ടെന്ന് തന്നെ മൊരിഞ്ഞ് കിട്ടും കേട്ടോ. പിന്നെ ഉപ്പേരിയാണ് വയ്ക്കണമെങ്കിൽ ഇതുപോലെ തന്നെ പെട്ടെന്ന് വേവാത്താണെങ്കിൽ നല്ലോണം വേവിച്ചെടുത്തിട്ട് ലാസ്റ്റ് കടുക് പൊട്ടിച്ച് കറിവേപ്പിലയും പച്ചമുളകും എല്ലാം ചേർത്ത് ജസ്റ്റ് താളിച്ചെടുക്കും. അത് ഇച്ചിരി കുഴമ്പ് രൂപത്തിലൊക്കെ ആയിട്ട് ഇരിക്കും കേട്ടോ, ഡ്രൈ ആയി വരില്ല. അത് ഉപ്പേരിയാക്കും. ഇനി അഥവാ പെട്ടെന്ന് വേവുന്നതാണെങ്കിൽ അതും അരവേവിൽ തന്നെ എടുക്കണം കേട്ടോ. ഒരുപാട് വേവിക്കാൻ പറ്റും, അത് മൊത്തം ഉടഞ്ഞു പോകും. അപ്പോൾ ഞാനിപ്പോൾ ആക്കണത് ഉപ്പേരിക്കാണ് കേട്ടോ. അങ്ങനെ ഇടയ്ക്കെല്ലാം നല്ല സ്പീഡ് കൂട്ടി മുറിച്ചെടുത്താണ് കേട്ടോ, ബോറടിപ്പിക്കണ്ടല്ലോ. എന്നിട്ട് അതിൽ കഴുകി വാരിയിട്ട് ലേശം മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും കൂടെ ചേർത്തിട്ട് ഈ വെള്ളം ഒന്ന് വറ്റുന്നവരെ വേവിച്ചെടുക്കും. ഇത് ഞാൻ പറഞ്ഞല്ലോ, നല്ല വേവുണ്ട് അതിന്. അപ്പോൾ ചിലവർ പറയും ചേന വെക്കുമ്പോൾ ഉപ്പ് ഇടണ്ട, പെട്ടെന്ന് വേവില്ല എന്നൊക്കെ പറയും. ഞാൻ അങ്ങനെയൊന്നും നോക്കില്ല കേട്ടോ. പെട്ടെന്ന് വേകുന്നതാണെങ്കിലും പെട്ടെന്ന് വേകാത്താണെങ്കിലും ഞാൻ ഉപ്പിട്ട് തന്നെ വേവിക്കും. അപ്പോൾ ഇത്രയും വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. അതിനി ഒന്ന് വറ്റുന്ന വരെ നമുക്ക് വറ്റിച്ചെടുക്കാം. ഇത് തിളച്ച് വരുന്നുള്ളൂ കേട്ടോ, ഒന്ന് ഇളക്കി വിട്ടാണ്. അതിൻ്റെ ഇടയിൽ ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ ഞാൻ ചോറും കറിയും ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ സ്കിപ്പ് ചെയ്ത് വിട്ടാണ്. എല്ലാം കൂടി കൂട്ടി കുഴക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ട് കേട്ടോ. അപ്പോൾ അത് വെള്ളം അങ്ങനെ ഏകദേശം പറ്റാനായിട്ടുണ്ടോ. ചേന വെന്തിട്ടേയില്ല. വെള്ളം വറ്റിയിട്ടും ചേന വലിയ സുഖമില്ല, പെട്ടെന്ന് വെന്തില്ലായിരുന്നു. എന്നിട്ട്
ഈ പാനിലാണ് കേട്ടോ ഞാൻ സാധാരണ വറുത്തെടുക്കുക. അപ്പോൾ ഇത് വറുക്കാനല്ല, താളിക്കാൻ തന്നെയാണ്. എണ്ണ ചൂടായി വരുമ്പോൾ ഞാൻ അതിൽ കടുകിടുന്നുണ്ട് കേട്ടോ. പിന്നെ ചേന വെന്തില്ലായിരുന്നു, അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് കൊടുത്തായിരുന്നു കേട്ടോ വേകാൻ വേണ്ടിയിട്ട്. കടുക് കൂട്ടുമ്പോൾ പൊട്ടിക്കഴിയുമ്പോൾ അതിൽ ഉള്ളിയും കറിവേപ്പിലയും കൂടെ ഒന്നിച്ചിട്ടിട്ടുണ്ട്. സംഭവം എന്നാ വെച്ചാൽ ഇവിടെ എന്തെടുത്ത് ഉള്ളി ഉണ്ടായിരുന്നില്ല കേട്ടോ, ഇത് സവാളയാണ്. അപ്പോൾ ഒരു അരമുറി സവാള എടുത്തിട്ട് ഒന്ന് ബ്രൗൺ ഷെയ്ഡ് ആകുന്ന നേരം ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. എന്നിട്ട് പിന്നെ നമ്മൾ വേവിച്ച് വെച്ച നമ്മുടെ ചേന അതിലോട്ട് ഇട്ട് കൊടുക്കണം. ഇനി അതൊന്ന് മിക്സാക്കി എടുക്കട്ടോ. അപ്പോൾ വറുക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ കുറച്ചുകൂടെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്ന് സ്റ്റൗ കുറച്ച് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഇളക്കി എടുത്താൽ മതി. അപ്പോൾ മൊരിഞ്ഞ് വരും കേട്ടോ. അത് നല്ല രസമാണ് കഴിക്കാൻ ചോറിന്. ഇത് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് കുഴമ്പൊരി ഈ പരുവത്തിൽ തന്നെയാണ് ഉപ്പേരി ആക്കുന്നത് കേട്ടോ. നമ്മൾ ഉപ്പേരി എന്നൊക്കെയാണ് പറയുക. കുറച്ച് നേരം ഇളക്കി കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് പോകുന്ന ചേനയാണെങ്കിൽ ഇങ്ങനെ ഇളക്കുമ്പോഴേക്കും നല്ല കഞ്ഞി പോലെയാവും കേട്ടോ, പെട്ടെന്ന് ഉടഞ്ഞു പോകും. അപ്പോൾ ഇത് കുക്കിങ്ങിൻ്റെ ഇടയിൽ ഇത്തിരി കട്ടൻ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് വെക്കുകയാണ് കേട്ടോ. പക്ഷേ അത് ഇത്തിരി അല്ല, നിറയെ ഉണ്ട്. ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി കേട്ടോ. പിന്നെ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുടിക്കണമല്ലോ. അപ്പോൾ ഇടയ്ക്ക് കട്ടൻ ചായക്ക് വെള്ളം വെച്ചതാണ്. അപ്പോൾ കട്ടൻ ചായയുടെ വെള്ളം തിളച്ച് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ പഞ്ചസാര ഇട്ട്, പഞ്ചസാര വാരിക്കോരി ഇടുകയാണെന്ന് വിചാരിക്കണ്ട കേട്ടോ. അതെനിക്കൊരളവുണ്ട്, ആ സ്പൂണിന് ആ ഒരളവ് പ്രകാരം ഇടുള്ളൂ കേട്ടോ. ഇതാണ് പാലക്കാടൻ പുളിച്ചാറ്. ഇത് ഞാനിതിൻ്റെ ഇടയ്ക്ക് തന്നെ വെച്ചാണ് കേട്ടോ. വെള്ളം തിളച്ച്, അപ്പോൾ ഇത് കട്ടൻ ചായ അല്ല കേട്ടോ, ഇത് ബ്രൂവിൻ്റെ പൊടിയാണ് ഞാൻ അതിലിട്ടത്. അതായത് പാലൊഴിക്കാണ്ട് വെറുതെ ബ്രൂ കാപ്പി. അപ്പോൾ നമ്മുടെ ചേന റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓക്കെ, പാകത്തിന് ഉപ്പേരി പരുവത്തിലായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഓക്കെയായി. അപ്പോൾ നമ്മുടെ ചേനപ്പേര് റെഡി. ഇനി നമുക്ക് കട്ടൻ കാപ്പി കുടിച്ച് ഇടവേള എടുക്കാം. അപ്പോൾ ഇതാണ് എൻ്റെ ഇന്നത്തെ കുക്കിംഗ് വീഡിയോ കേട്ടോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും സന്ധിക്കും. വണക്കം. ഓക്കെ, ബായ്.